വളരെ ചുരുക്ക ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആൾക്കാരെ ഞെട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുഡിങ്ങുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം മൂക്കാത്തൊരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ തേങ്ങയിലെ കറുത്ത പൂപ്പെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഈ പരുവത്തിലുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ തേങ്ങ. ഇത് ചെറിയ പീസുകളാക്കിയ ശേഷം മിക്സിയിൽ ജാലിട്ട് ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചത് അടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങയും 1 കപ്പായിരുന്നു. ഞാനിവിടെ 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ 1 കപ്പ് തേങ്ങ എടുത്തത്. 1 കപ്പ് തേങ്ങ ആയാലും ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് തേങ്ങ എടുക്കാം കേട്ടോ. ഇനി ഇത് ഈ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി അരിച്ചെടുക്കണം. ഇതിലെ പാൽ നമുക്ക് ഫുള്ളായിട്ട് വേണം. അങ്ങനെ നമ്മളിത് പാലെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ പാലും നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് 2ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പുഡിംഗ് റെഡിയാക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ കൂടി നമുക്ക് വേണം. ഇത് 1/4 കപ്പാണ് കേട്ടോ കണക്ക്. 1/4 കപ്പിൽ കൂടാനോ കുറയാനോ പാടില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. ചൂടാകുന്നതിന് മുമ്പ് ഒരു 1/4 കപ്പ് പാലെടുത്ത് നമ്മൾ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. തേങ്ങാപ്പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഒഴിച്ചാൽ മതി. ഇതേ കണ്ടില്ലേ, നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതേ കണ്ടില്ലേ, ഈ രൂപത്തിലാവുന്ന സമയത്ത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ രൂപത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇതെല്ലാം കൂടി നമുക്കിനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് തണുക്കുമ്പോൾ 2 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതേ കണ്ടില്ലേ, 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. കണ്ടോ? ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പുഡിങ് എന്ത് സോഫ്റ്റാണെന്ന് നോക്കിയേ. ഇത് കഴിക്കുന്നവർക്ക് വീണ്ടും ചോദിക്കട്ടെ, അത്ര ടേസ്റ്റ് നല്ല സോഫ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്ര സോഫ്റ്റാണ് കേട്ടോ ഈ പുഡിങ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.